വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള SCRT പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ്. ഇപ്പൊ പൗരന്റെ അവകാശങ്ങളും അതുപോലെ തന്നെ കടമകളും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് മോഡ്യൂൾസ് പഠിക്കാണ്ട് ഇല്ലേ? നമ്മുടെ സിലബസിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കാൻ പോണേ അഞ്ചാമത്തെ ക്ലാസ്സിൽ, അതായത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിന്റെ എന്താ പറയാ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ഒരു അധ്യായം ഉണ്ട്. അതിൽ ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറഞ്ഞിട്ട്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ കൂടി അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലല്ലോ കൊടുക്കണേ. അപ്പൊ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കാനുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ കുറച്ചേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഒരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റിന്റെ ഒക്കെ ഒരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് കുട്ടികളെ അംഗങ്ങളാക്കിയ ഒരു വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് ഒക്കെ സംഘടിപ്പിച്ച് അതിൽ ആ വിദ്യാർത്ഥികളോട് എന്തൊക്കെ കാര്യങ്ങൾ ആ പഞ്ചായത്തിൽ നടത്തണം എന്ന് ചോദിച്ചിട്ടുള്ള അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു എന്താ പറയുന്നത് ഫോട്ടോ ബേസ് ചെയ്തിട്ട് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളിലേക്ക് വരാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടു നിങ്ങള്. ജനങ്ങളെ ഒന്നുകിൽ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താ ജനാധിപത്യം എന്ന് അവിടെ പറയണേ? ഒന്നുകിൽ ജനങ്ങൾ നേരിട്ടാകാം, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാകാം. ആ പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ, അപ്പൊ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ പഠിക്കണം. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത്, അടുത്തത് ജില്ലാ പഞ്ചായത്ത്. ഈ മൂന്നെണ്ണത്തിനെയും കൂടി കൂടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് വിളിക്കുന്നത്. ഇനി നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങൾ ഏതാണ്? മുനിസിപ്പാലിറ്റികളാണ്. മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉൾപ്പെടും. ഏത്? നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണങ്ങളില്. പിന്നെന്താണ്? മുനിസിപ്പാലിറ്റി പെടും, അടുത്തത് കോർപ്പറേഷൻ പെടും. ഈ മൂന്ന് ഘടകങ്ങളാണുള്ളത്. ത്രിതല പഞ്ചായത്ത് എന്താന്നാ പറയുന്നത്? ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മൂന്നും കൂടി കൂട്ടിയതിനെയാണ് ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൂടിയതാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്നതിനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി എബ്രഹാം ലിങ്കൻ പറഞ്ഞ കാര്യം ഒന്ന് കണ്ടു നോക്കൂ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണത്തെ ജനാധിപത്യം എന്ന് വിളിക്കാം. അപ്പൊ എബ്രഹാം ലിങ്കൻ പറയാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇനി മഹാത്മാഗാന്ധി എന്താ പറയണേ? ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളതാണ്. അതായത് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ സങ്കല്പം എന്താണ്? അതായത് ജനങ്ങളില് ഏറ്റവും ദുർബലനായിട്ടുള്ള ആൾക്കും ഏറ്റവും ശക്തനായിട്ടുള്ള ആൾക്കും എന്തു കൊടുക്കണം? തുല്യമായിട്ടുള്ള അവസരം കൊടുക്കണം എന്നുള്ളതാണ് മഹാത്മാഗാന്ധി പറയണേ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി ജനാധിപത്യം എങ്ങനെയാ വന്നേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളിവിടെ പറയാണ് കേട്ടോ. നോക്കുക, ജനാധിപത്യം പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. കണ്ടോ? അപ്പൊ ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് എവിടെയാണ് മക്കളെ? ഏതൻസിലാണ്. ഏതൻസ് എവിടെയാണ്? ഗ്രീസിലാണ്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്കുവഹിച്ചു. അപ്പൊ നമ്മൾ പറയുന്നത് പൊതുകാര്യങ്ങളില് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കണം എന്നാണല്ലോ ജനാധിപത്യത്തിൽ പറയണത്. അപ്പൊ ഗ്രീസില് ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാ പറയണേ. അതായത് പൊതുകാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല എങ്കിലും ജനാധിപത്യം
ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ആരാണ് പ്രധാന പങ്ക് വഹിച്ചത്? ഗ്രീസിലെ ഏതൻസ് ആണ്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട കാര്യങ്ങളാ നമ്മൾ പറയണേ. എന്തൊക്കെയാണ് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടെന്നാ പറയണേ? തെരഞ്ഞെടുപ്പ് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടു, ജനപ്രതിനിധികളുടെ ഭരണം ഇംഗ്ലണ്ടിലാണ് രൂപം കൊണ്ടത്, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് എന്ന് മനസ്സിലാക്കാം. പുരാതന ഗ്രീക്ക് ചരിത്രകാരന്റെ പേരാണ് ഹെറോഡോട്ടസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെറോഡോട്ടസ് പുരാതന ഗ്രീക്ക് ചരിത്രകാരനാണ്. ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഈ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. അപ്പൊ പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാം. ഇതിൽ നോക്കൂ, ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നുമാണ് അർത്ഥം. അപ്പോ ഡെമോസ് എന്നും ക്രാറ്റോസ് എന്നും പറയുന്നത് രണ്ട് ഗ്രീക്ക് പദങ്ങളാണ്. ആ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായത്. അപ്പൊ ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നർത്ഥം. അപ്പൊ ഡെമോക്രസി എന്നാൽ എന്താണ് അർത്ഥം? ജനങ്ങളുടെ അധികാരം അഥവാ ഭരണം എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്തത് നോക്കാം. അതായത് എന്താ ഗ്രാമസഭ എന്നാ പറയണേ? ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളെ നമ്മൾ ഗ്രാമസഭകൾ എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഗ്രാമങ്ങളിൽ ഗ്രാമസഭകൾ എന്ന പേരിലും നഗരങ്ങളിൽ വാർഡ് സഭകൾ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ പരിപാടിയില് ഒരു ഗ്രാമപഞ്ചായത്തിലെ എന്താ പറയുക, ഓരോ വാർഡിലെയും വോട്ട്, അപ്പൊ നഗരത്തിലാണെങ്കിൽ അവിടുത്തെ നഗരങ്ങളിലെ ഓരോ പ്രദേശത്തെയും വോട്ടർ പട്ടികയിൽ പങ്കുചേർന്നിട്ടുള്ള പേര് ചേർക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എന്തിൽ അംഗമാകാം? ഗ്രാമസഭയിൽ പങ്കെടുക്കാം, ഗ്രാമസഭയിൽ സമ്മേളിക്കാം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഗ്രാമസഭ കൂടുന്നതാണ്, അതായത് പഞ്ചായത്ത് സെക്രട്ടറിയും നമ്മുടെ ആ ഒരു വാർഡിന്റെ മെമ്പറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്ന നമ്മുടെ പഞ്ചായത്ത് കൂടുന്നതാണ്. ഇവിടെ ഫോട്ടോ കൊടുത്തിരിക്കണേ. അപ്പോ ഓരോരുത്തർ പറയാണ്, കണ്ടോ, കവലയിൽ ഞങ്ങൾക്ക് വഴിവിളക്ക് വേണം, കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും ഒക്കെ കിട്ടണം, അങ്ങനെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറയുന്നതാണ് ഇവിടെ കാണുന്നത്. ഗ്രാമസഭയിൽ നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവാനും ആർക്ക് അവസരം ലഭിക്കുന്നുണ്ട്? ജനങ്ങൾക്ക്. കണ്ട്, ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താം. അതുപോലെ എന്താ പറയുന്നത്, തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിലൊക്കെ പങ്കാളികളാവാനും അവസരമുണ്ട്. ഇനി എന്താണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയ്ക്ക് നമ്മൾ പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയെ നേരിട്ട് പങ്കാളികളാകുമ്പോൾ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയും. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുള്ളൂ. മനസ്സിലാക്കി വെക്കുക. അതായത് ജനസംഖ്യയും അതുപോലെ ഭൂവിസ്തൃതിയും ഒക്കെ കുറഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം പ്രാവർത്തികമാകും, അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം പ്രാവർത്തികമാകാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ നിയമസഭയുടെ ചിത്രം കൊടുത്തേക്കാണ്. നിയമസഭ സമ്മേളിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇനി നമ്മുടെ കേരള നിയമസഭയെ കുറിച്ച് അപ്പൊ നമ്മൾ പഠിക്കണം. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള സംസ്ഥാനത്ത് നിയമം നിർമ്മിക്കുന്നത് അല്ലെ, നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് കേരള നിയമസഭയുടെ ആസ്ഥാനം. 1888
തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 1904 ശ്രീമൂലം പ്രജാസഭ സ്ഥാപിച്ചിട്ടുണ്ട്. 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പൊ കേരള നിയമസഭയുടെ വഴികാട്ടികൾ ആരെല്ലാമാണ്? 1888 സ്ഥാപിക്കപ്പെട്ട തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും 1904 സ്ഥാപിക്കപ്പെട്ട ശ്രീമൂലം പ്രജാസഭയും 1949 സ്ഥാപിച്ച തിരുകൊച്ചി നിയമനിർമ്മാണ സഭയും എന്തിന്റെ വഴികാട്ടികളാണ്? കേരള നിയമനിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27. അതുകൊണ്ട് നമ്മൾ നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഏപ്രിൽ 27 എന്താണ്? നിയമസഭാ ദിനമാണ്. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, നേരത്തെ പ്രത്യക്ഷ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് പരോക്ഷ ജനാധിപത്യത്തെ കുറിച്ച് പറയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയെ പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യമാണുള്ളത്. അപ്പൊ ഇന്ത്യയിൽ എന്താ ഉള്ളതെന്ന് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇന്ത്യയിൽ എന്താ ഉള്ളത്? പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യമാണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അടുത്തത് എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം? നമ്മൾ പറഞ്ഞു നേരത്തെ, ജനസംഖ്യ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത് സാധ്യമാകുള്ളൂ നേരിട്ട് ഭരിക്കുക എന്നുള്ളത്. ജനസംഖ്യ കൂടിയ സ്ഥലങ്ങളിൽ പരോക്ഷ ജനാധിപത്യമാണ്. അപ്പൊ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആൾക്കാര് എന്താണ്? ആ ജനപ്രതിനിധികളായിരിക്കും ഭരിക്കേണ്ടാവുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് ഈ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് പറയുന്നത്. ഇനി ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കി നോക്കാം. എന്തൊക്കെയാ സവിശേഷത? ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കാണ് പരമാധികാരം? ജനങ്ങൾക്കാണ് പരമാധികാരം, അല്ലെ? ഇനി അടുത്തത്, ഇവിടെ എന്ത് നടക്കും? സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. കേട്ടോ. ഇനി അടുത്തത് നോക്കുക. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ എന്തുണ്ട്? ഒരു പ്രതിപക്ഷം എവിടെയുണ്ട്? ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും എന്താണ്? തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു നിയമവാഴ്ച എവിടെയുണ്ട്? ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര മാധ്യമങ്ങളും എവിടെയുണ്ട്? ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്. നല്ലൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളുണ്ട്. എല്ലാവർക്കും തുല്യത വരുത്തുന്ന ഒരു നിയമവാഴ്ചയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിനെ വിമർശിക്കാനും ജനങ്ങളുടെ വിമർശനങ്ങളിലൂടെ ഗവൺമെന്റിനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനും അതിന് സഹായിക്കുന്ന ഒരു പ്രതിപക്ഷ സംവിധാനമുണ്ട്. സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുണ്ട്. എല്ലാറ്റിനും ഉപരി ഏറ്റവും കൂടുതൽ അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ജനങ്ങൾക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിലൂടെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാ നടത്തുക എന്നുള്ളത് കൊച്ചുകുട്ടികളിലാണ്, അല്ലെ? 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ പുസ്തകമാണ്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മളോട് പറയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്താണെന്ന്. യാതൊരു വിവേചനവും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അപ്പൊ ഒരു നിശ്ചിത പ്രായം നമ്മൾ വെച്ചിട്ടുണ്ടാവും. ആ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അവർക്ക് ഇഷ്ടമുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള, വോട്ട് ചെയ്യാനുള്ള അവകാശം
വോട്ടവകാശമുണ്ട്. 1989 വരെ കണ്ട ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 എന്നാൽ ഇപ്പോൾ അത് 18 വയസ്സാണ്. നമുക്ക് പറയാണ്ട് തന്നെ അറിയാം. അപ്പൊ നമുക്ക് സംശയമുള്ളത് ഇതായിരിക്കും, എത്ര വരെയാണ് 21 1989 വരെ 21 വയസ്സുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ 18 വയസ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് എന്താ പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ പിൻവലിക്കാനുള്ള ഒരു തീയതി കൊടുക്കും, അതിന്റെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, വോട്ടെടുപ്പ് തീയതി പറയും, അതിനുശേഷം വോട്ടെണ്ണലുകൾ നടക്കും, അല്ലെ? ഇങ്ങനെ ആ ഫലപ്രഖ്യാപനമൊക്കെ നടക്കും. ഇതാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊരു കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. എന്താ പറയുന്നത്, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇതുപോലുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ്? ആദ്യം നമ്മൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം. അതിനുശേഷം അവര് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തും. അതിനുശേഷം നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കും. പിന്നെന്താണ്? പത്രിക സൂക്ഷ്മ പരിശോധന നടത്തും. നാമനിർദ്ദേശക പത്രിക പിൻവലിക്കേണ്ടവർക്ക് പിൻവലിക്കാം. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം എന്താ നടക്കുക? വോട്ടെടുപ്പ് നടക്കും, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. നേരത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ ഡേറ്റ് ഒക്കെ ഇട്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് തന്നെ ഇവിടെ ബോക്സിലാക്കി കൊടുത്തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക, തെരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ എന്തിനാന്നാ ചോദിക്കണേ? ജനാധിപത്യ സംവിധാനത്തില് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്താ? ഗവൺമെന്റുകൾ ഉണ്ടാക്കാൻ, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകാൻ, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കാൻ, ജനാധിപത്യം ശക്തിപ്പെടുത്താൻ, വോട്ടർമാരെ ഇതൊക്കെ ആര് ചെയ്യേണ്ടത്? തെരഞ്ഞെടുപ്പില് ആ ഇലക്ഷൻ പ്രോസസ്സിൽ ഇതൊക്കെ ചെയ്യും. നമ്മൾ വോട്ടർമാരെ ബോധവൽക്കരിക്കും. അതുപോലെ തന്നെ ഈ വോട്ടർമാരെ ബോധവൽക്കരിച്ച് നല്ല നല്ല ആൾക്കാരെ, പുതിയ പുതിയ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല ഭരണകർത്താക്കളെ നമുക്ക് വളർത്തിയെടുക്കാനും ജനാധിപത്യം ശക്തമാക്കാനും സാധിക്കും. എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും, 18 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും അതില് പ്രാതിനിധ്യം കൊടുക്കും. അതുപോലെ അതിന്റെ പരിണിത ഫലമായിട്ട് നല്ലൊരു ഗവൺമെന്റ് രൂപീകരിക്കും. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? ഇനി അടുത്തത് നോക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല അഥവാ ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി എന്താണ്? രാഷ്ട്രപതി, അതുപോലെ ഉപരാഷ്ട്രപതി, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ ഒരു 3 അംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ഒരാള് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇത്രയാണ് നമുക്ക് ശരിക്കും ഈ ഒരു ചാപ്റ്ററിൽ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അടുത്തത് കുട്ടികൾക്ക് എങ്ങനെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കില്ല, ക്രിസ്മസ് അവധിയല്ലേ, നമുക്കൊരു യാത്ര പോയാലോ എന്ന് പറയാണ്. അപ്പൊ എവിടേക്കാ പോണ്ടേ? അപ്പൊ എറണാകുളത്തേക്ക് പോവാന്ന് പറഞ്ഞു, മൂന്നാറിലേക്ക് പോവാന്ന് പറയണു. അപ്പോ ചിലർക്ക് വീണ്ടും ഒരാൾ മൂന്നാർ പറയണു. അപ്പൊ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറയണം. അതായത് എന്താ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതായത് എല്ലാവർക്കും അംഗീകാരമുള്ള ഒരു സ്ഥലത്തേക്ക്, അല്ലെ എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ജനാധിപത്യം. അപ്പൊ ആ ജനാധിപത്യം കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ പ്രായോഗികമാക്കണം എന്നാണ് ഇവിടെ ഈ ഫോട്ടോയിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇത്രയാണ് ജനങ്ങളാൽ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ഇനി നമുക്ക് കുറേ അധികം 5ാമത്തെ ക്ലാസ്സിലെ ഇനി 11ാമത്തെ ചാപ്റ്റർ ഉണ്ട്. 6ാം ക്ലാസ്, 7, 8, 9, 10 ഇത്രയും ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് ചാപ്റ്ററുകളില് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം തന്നെ നമുക്ക്
13 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 13 ദിവസം കൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തീരുള്ളൂ. അപ്പൊ ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗങ്ങൾ ഓരോ ദിവസവും പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.